Good morning. Good morning, ma'am. Okay. Okay, Anjana, good morning. തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ ആണോ? ഓക്കെ മനിത, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ സാറ. റസ്മീന, ഓക്കെ നസീർ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ, ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് നമ്മൾ കണ്ടു. പിന്നെ ഒരു സ്ഥാപനത്തില് ഡിസിപ്ലിൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. വായിച്ചൊക്കെ നോക്കിയോ നിങ്ങള്? ക്ലിയർ ആണോ അത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? ഓക്കെ, എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. വായിച്ച എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഡിസിപ്ലിനറി പ്രൊസീജിയർ ഒക്കെ നമ്മൾ പഠിച്ചു. അത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഗൈഡ് ലൈൻസ്. ഓക്കെ, അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അപ്പൊ നമ്മുടെ ഗ്രീവൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡിസിപ്ലിന് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻ വർക്ക് പ്ലേസ് ആണ് കേട്ടോ. അതായത് ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഹെൽത്തുമായിട്ട് അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള അവരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഓൺ മ്യൂട്ട് ചെയ്യാണ്. മാനേജിങ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് വർക്ക് പ്ലേസ് കേട്ടോ. അതായത് നമ്മൾ വർക്ക് പ്ലേസില്, ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻഡസ്ട്രിയില്, ജോലി സ്ഥലത്ത് ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഹെൽത്തും അതുപോലെ അവരുടെ സേഫ്റ്റി അല്ലെ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എംപ്ലോയി ഹെൽത്ത് ആണ് കേട്ടോ. എംപ്ലോയി ഹെൽത്ത്. ഓക്കെ, എന്താണ് ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മീൻ ബൈ ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഹെൽത്ത് ഈസ് എ കൺസ്ട്രക്റ്റീവ് ആൻഡ് ആക്റ്റീവ് കൺസെപ്റ്റ് ആൻഡ് ഡസ് നോട്ട് സിംപ്ലി മീൻസ് സിക്നെസ്. ശരിക്കും സിക്നെസ് എന്നല്ല, ആബ്സെൻസ് ഓഫ് സിക്നെസ് എന്നാണ് കേട്ടോ. അങ്ങനെ എഴുതി ഇട്ടുള്ളൂ. സിക്നെസ് എന്ന് പറഞ്ഞാൽ അസുഖമാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് സിക്നെസ്. ഓക്കെ, അങ്ങനെയാണ് അവിടെ വരുന്നത് കേട്ടോ. അതായത് നമ്മൾ ആരോഗ്യം, ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? വെറും അസുഖം ഇല്ലായ്മ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ? ആബ്സെൻസ് ഓഫ് സിക്നെസ്, അസുഖമില്ലായ്മ മാത്രമല്ല നമ്മള് ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇത് വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും ഫോക്കസ് ചെയ്യാനുള്ളത് ഓർഗനൈസേഷണൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ ഹെൽത്ത്, അതാണ് ആ ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ് അല്ലെ? എത്രത്തോളം ഹെൽത്തി ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലെ, അവർക്ക് എത്രത്തോളം അവരുടെ ഹെൽത്ത്, എംപ്ലോയീസിന്റെ ഹെൽത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവര് അത്രയും പ്രൊഡക്റ്റീവ് ആയിരിക്കും അല്ലെ? അവര് പ്രൊഡക്റ്റീവ് ആയിരിക്കും, അവര് വളരെ എഫിഷ്യന്റ് ആയിരിക്കും. അപ്പൊ അതെന്താണ്? അത് ഓർഗനൈസേഷന് കുറെ കൂടെ നല്ലതായിരിക്കും അല്ലെ? ഓർഗനൈസേഷന്റെ ഹെൽത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓർഗനൈസേഷണൽ ഹെൽത്ത് or industrial health is considered as a system of people's fitness and a defensive remedy that can be applied to the various industries. Okay, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ഓർഗനൈസേഷണൽ ഹെൽത്ത്? ഓർഗനൈസേഷണൽ ഹെൽത്തിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഇൻഡസ്ട്രിയൽ ഹെൽത്ത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓർഗനൈസേഷണൽ ഹെൽത്തിന് പറയുന്ന
മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നും പറയും. ഓക്കെ, എന്താണ് അതിന്റെ ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സിസ്റ്റം ഓഫ് പീപ്പിൾസ് ഫിറ്റ്നസ്, അതായത് ജീവനക്കാരുടെ ആരോഗ്യക്ഷമതയ്ക്കായിട്ടുള്ള ഒരു സംവിധാനമായിട്ടും പിന്നെന്താണ് ആൻഡ് എ ഡിഫെൻസീവ് റെമഡി ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു വാരിയസ് ഇൻഡസ്ട്രീസ്, അതായത് വിവിധ ഇൻഡസ്ട്രികളിൽ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡിഫെൻസീവ് റെമഡി ആയിട്ടുമാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്, ഇൻഡസ്ട്രിയൽ ഹെൽത്തിന് കണക്കാക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തേ ഉദ്ദേശിക്കുന്നത്. വളരെ ആധികാരികമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിസിക്കൽ, mental and social well-being of an employee in an organization. ഏറ്റവും സിമ്പിൾ ആയിട്ട് അത്രയേ ഉള്ളൂ. അതാണ് it is the physical, mental and social well-being of an employee working in an organization or industry. അതായത് ആ ഒരു ഓർഗനൈസേഷനില് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയില് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ജീവനക്കാരുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ ആ ഒരു ക്ഷേമത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് അഥവാ ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ് എന്ത് ആ ഒരു സ്ഥാപനത്തിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സിസ്റ്റം ഓഫ് പീപ്പിൾസ് ഫിറ്റ്നസ്, അതായത് ആളുകളുടെ ശാരീരിക ക്ഷമതയ്ക്കായിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അത്യാവശ്യം ആരോഗ്യകരമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം അല്ലെ. അവർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അതിനുള്ളൊരു സംവിധാനം മാത്രമല്ല പിന്നെന്താണ് ഇറ്റ് ഈസ് എ ഡിഫെൻസീവ് റെമഡി ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു വാരിയസ് ഇൻഡസ്ട്രീസ്, അതായത് വിവിധ ഇൻഡസ്ട്രിയില് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ നടപടിയായിട്ടും അതിനെ കണക്കാക്കുന്നു. അതെന്തുകൊണ്ട് അതൊരു പ്രതിരോധ നടപടിയായിട്ട് കണക്കാക്കുന്നത്? കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, എംപ്ലോയീസ് എത്രത്തോളം ഹെൽത്തി ആണോ അത്രത്തോളം ഓർഗനൈസേഷൻ ഹെൽത്തി ആയിരിക്കും അല്ലെ. അങ്ങനെ വരുമ്പോ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ. അതായത് പ്രോബ്ലംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും പറ്റും, ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ് കുറയ്ക്കാൻ പറ്റും, കുറേയും കൂടെ മെച്ചപ്പെട്ട ഒരു പ്രകടനം നമുക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കും. ആ ഒരു അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ജീവനക്കാരുടെ ശാരീരിക ക്ഷമതയ്ക്കുള്ള ഒരു സംവിധാനമായിട്ടും അതുപോലെ വിവിധ ഇൻഡസ്ട്രികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രതിരോധ പരിഹാര നടപടികളായിട്ടും നമ്മൾ എന്തിനെ കണക്കാക്കുന്നു, ഇൻഡസ്ട്രിയൽ ഹെൽത്തിനെ കണക്കാക്കുന്നു. എംപ്ലോയീസ് എത്രത്തോളം ഹെൽത്തി ആണോ അവർക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതിലൂടെ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ അവിടെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഓർഗനൈസേഷണൽ ഹെൽത്ത് ഓർ ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് കേട്ടോ. ഇനി നോക്കാം നെക്സ്റ്റ് വരുന്നത് the main aim of organizational health is to avoid the chances of occurrence of a particular disease or injury instead of focusing on the treatment of disease. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് ഒരു ഓർഗനൈസേഷണൽ ഹെൽത്ത് എന്നതുകൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്? നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എപ്പോഴും പറയും അല്ലെ, അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്, അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ചികിത്സയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു അസുഖം വരാതിരിക്കുന്ന ഒരു അസുഖം വരുന്ന സാഹചര്യത്തിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ് പറയുന്നത്? അതായത് മെയിൻ എയിം ഓഫ് ഓർഗനൈസേഷണൽ ഹെൽത്ത് ഇസ് ടു അവോയ്ഡ് ചാൻസസ് ഓഫ് occurrence ഓഫ് എ പെർട്ടിക്കുലർ ഡിസീസ് ഓർ ഇഞ്ചുറി ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിംഗ് ഓൺ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്.
അതായത് നമ്മളിപ്പോ ഒരു അസുഖം വന്ന് അത് ചികിത്സിക്കുന്നതിന് പകരമായിട്ട് ഒരു അസുഖം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓർഗനൈസേഷണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ആ ഒരു സ്ഥാപനത്തില് ആളുകൾക്ക് അസുഖം വന്നിട്ട് അത് ചികിത്സിക്കുന്നതിനല്ല ഫോക്കസ് ചെയ്യുന്നത്, അസുഖം വരാത്ത അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കാത്ത രീതിയിൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, there are two aspects related to the issue of health of employees, that is health hazards and health risk. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് ആസ്പെക്റ്റുകളാണ് ഉള്ളത്. ഇതൊക്കെയാണ് രണ്ട് ആസ്പെക്റ്റുകൾ. ഒന്ന് ഹെൽത്ത് ഹസാർഡ് ആണ്, രണ്ട് ഹെൽത്ത് റിസ്ക് ആണ്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഹെൽത്ത് ഹസാർഡ് എന്താണ്, ഹെൽത്ത് റിസ്ക് എന്താണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, അതായത് ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഓർ സിറ്റുവേഷൻ ദാറ്റ് ക്യാൻ കോസ് ഹാം ടു ദ ഹെൽത്ത്. അതായത് ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങൾ, കണ്ടീഷൻസ്, സിറ്റുവേഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് ഹസാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഓർ സിറ്റുവേഷൻ ദാറ്റ് ക്യാൻ കോസ് ഹാം ടു ദ ഹെൽത്ത്. അതായത് വ്യക്തികളുടെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന, അല്ലെ, അങ്ങനെയുള്ള സാഹചര്യങ്ങള്, കണ്ടീഷൻസ്, സിറ്റുവേഷൻസ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് ഹസാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ആണ്, അഥവാ പോസിബിലിറ്റി ആണ്, സാധ്യതയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലം ഡ്യൂ ടു ദ എക്സ്പോഷർ ഓഫ് ഹെൽത്ത് ഹസാർഡ്. അതായത് ഈ ഒരു ഹെൽത്ത് ഹസാർഡ്, ഈ ഒരു കണ്ടീഷൻ മൂലം ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത, പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കണം. ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങള്, കണ്ടീഷൻസ്, സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുന്നത്. ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഹെൽത്ത് ഹസാർഡ് മൂലം, ഈ ഒരു കണ്ടീഷൻ മൂലം ഈ ഒരു വ്യക്തിക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി അഥവാ പ്രോബബിലിറ്റി, സാധ്യത, അതിനെയാണ് നമ്മൾ ഹെൽത്ത് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. Health hazards are generally seen in every organization, while a health risk varies among organizations. എക്സാമ്പിൾ പറയാമോ? എക്സാമ്പിൾ എന്താണ് പറയാൻ പറ്റുക? ഇപ്പൊ ഹെൽത്ത് ഹസാർഡ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ ഒരു ഇൻഡസ്ട്രി, ആ ഒരു ഇൻഡസ്ട്രിയില് എന്താണ് വളരെ ഒട്ടും ഹൈജീനിക് അല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഒട്ടും ഹൈജീനിക് അല്ല, അതായത് ഒട്ടും ക്ലീൻലിനെസ് ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കാം. അതൊരു ഹെൽത്ത് ഹസാർഡ് അല്ലേ? അതൊരു സാഹചര്യം അല്ലേ? ഒട്ടും ശുചിത്വമില്ലാത്ത, ഒട്ടും ക്ലീൻ അല്ലാത്ത ഒരു എന്താണ് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്ത് ഹസാർഡാണ്. കാര്യം എന്താണ്, ഒട്ടും ശുചിത്വമില്ലാത്ത, വൃത്തിഹീനമായിട്ടുള്ളൊരു അന്തരീക്ഷമുള്ളൊരു ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ നിന്നും എന്ത് സംഭവിക്കാം? തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെ? ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് സംഭവിക്കാം? ഹെൽത്ത് പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. മനസ്സിലായല്ലോ? അപ്പൊ പ്രോബബിലിറ്റി കൂടുതലാണ്, അതാണ് ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞത്. അതേസമയം അത്യാവശ്യം ഹൈജീനിക് ആയിട്ടുള്ള, നല്ല എന്താ പറയാ, സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ് അവിടെ പോസിബിലിറ്റി എങ്ങനെയാ? കുറവല്ലേ? അവിടെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും, കാരണം അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഇപ്പൊ മനസ്സിലായോ പറഞ്ഞത്? അതാണ് പറഞ്ഞത്. അപ്പോ ഈ ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് മിക്ക ഓർഗനൈസേഷനുകൾക്കും ഉണ്ടായിരിക്കും. കാര്യം ഹെൽത്ത് ഹസാർഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ ഹെൽത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാവാം, സിറ്റുവേഷൻസ് മിക്കവാറും എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവാം, അത് ഉണ്ടായിരിക്കാം. അതേസമയം ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് വാരീസ് എന്ന ഓർഗനൈസേഷൻ. ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഓരോ ഓർഗനൈസേഷനിലും വ്യത്യാസം ഉണ്ടായിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം ഹൈജീനിക് ആയിട്ടുള്ള, സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ ഹെൽത്ത് റിസ്ക് കുറവായിരിക്കും എംപ്ലോയീസിന്. അതേസമയം ഒട്ടും ഹൈജീനിക് അല്ലാത്ത, ഒട്ടും ക്ലീൻലിനെസ് അല്ലാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഹെൽത്ത് റിസ്ക് എന്ന പോസിബിലിറ്റി കൂടുതലാണ്. അത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് വ്യത്യാസമുണ്ട്, അല്ലെ? അത് അവരെങ്ങനെ ഹൈജീനിക് ആയിട്ട് നിൽക്കുന്നോ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഹെൽത്ത് ഹസാർഡും ഹെൽത്ത് റിസ്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. കൂടുതൽ ചിന്തിക്കണ്ട,
സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കാം കേട്ടോ. ഹൗവർ ഹെൽത്ത് ഹസാർഡ്സ് cannot be minimized, but health risk can be minimized to a certain extent by offering good employment conditions using appropriate safety precautions and guidelines. അതായത് നമുക്ക് ഹെൽത്ത് ഹസാർഡുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. സാഹചര്യങ്ങൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല. എവരി ഇൻഡസ്ട്രി എടുത്താലും ഏത് ഓർഗനൈസേഷൻ എടുത്താലും ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ നമുക്ക് അതിനെ ഒരിക്കലും മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എന്ത് മിനിമൈസ് ചെയ്യാൻ നമുക്ക് പറ്റും? ഹെൽത്ത് റിസ്കിനെ വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. എങ്ങനെ കുറയ്ക്കാൻ പറ്റും? അതായത് അനുയോജ്യമായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസുകള്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങള്, അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ നല്ലൊരു തൊഴിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയീസിനിടയിലുള്ള ആ ഒരു ഹെൽത്ത് റിസ്കിനുള്ള സാധ്യത നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് ഹസാർഡ് നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ ആ സാധ്യത, ഹെൽത്ത് റിസ്കിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും? ബൈ അഡോപ്റ്റിംഗ് എ സേഫ്റ്റി പ്രിക്കോഷൻസ് ആൻഡ് ഗൈഡ്ലൈൻസ്, അല്ലെ? വളരെ സുരക്ഷിതമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാം, കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു നല്ലൊരു തൊഴിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഹെൽത്ത് റിസ്കിനെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അവിടെ മനസ്സിലാക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് എന്താണ് ഓർഗനൈസേഷണൽ ഹെൽത്ത്? അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഇനി എന്താണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് എൻ എംപ്ലോയി ഇൻ എൻ ഓർഗനൈസേഷൻ. അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയീസിന്റെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ ആ ഒരു ക്ഷേമത്തിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ എംപ്ലോയിയുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും രണ്ട് ആസ്പെക്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ഹെൽത്ത് ഹസാർഡ് ആണ്, മറ്റൊന്ന് ഹെൽത്ത് റിസ്ക് ആണ്. ഹെൽത്ത് ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ ഓർ സിറ്റുവേഷൻ ദാറ്റ് ക്യാൻ കോസ് ഹാം ടു ദ ഹെൽത്ത്. ഹെൽത്ത് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലം ഡ്യൂ ടു ദ എക്സ്പോഷർ ഓഫ് ദ ഹെൽത്ത് ഹസാർഡ്. ഇനി ഹെൽത്ത് ഹസാർഡ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഹെൽത്ത് റിസ്കിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നല്ലൊരു തൊഴിൽ അന്തരീക്ഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ വെറുതെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുക, കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു നല്ല എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹെൽത്ത് റിസ്കിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എംപ്ലോയി ഹെൽത്ത് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത പോയിന്റ് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് അക്കോർഡിംഗ് ടു ദ ജോയിന്റ് ILO or WHO കമ്മിറ്റി ഓൺ ഓർഗനൈസേഷണൽ ഹെൽത്ത്. അവിടെ ILOന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നാണ് കേട്ടോ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എഴുതി വെക്കാം കേട്ടോ. അറിയുന്നവർ എഴുതണ്ട, അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO മിക്കവർക്ക് അറിയുന്നുണ്ടാവും. ലോകാരോഗ്യ സംഘടന WHO കേട്ടോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോ ഇവര് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായത്തില് എന്താണ് ഓർഗനൈസേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഹെൽത്ത് അഥവാ ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ ലക്ഷ്യമിടുന്നത്, അതാണ് ഇനി നമ്മൾ അടുത്ത പോയിന്റുകളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് വൺ ഇതാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? എന്താണ് ലക്ഷ്യമിടുന്നത്? ദ പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ് ഇൻ ഓൾ ഒക്യുപ്പേഷൻസ്. അതായത് എല്ലാ ഒക്യുപ്പേഷൻസിലും, എല്ലാ തൊഴിലുകളിലെയും തൊഴിലാളികളുടെ, ജീവനക്കാരുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ ക്ഷേമം എന്ത് ചെയ്യാം? പ്രൊമോട്ട് ചെയ്യാം, അല്ലെ? പ്രോത്സാഹിപ്പിക്കാം, അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, പരിപാലിക്കാം. അതാണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് കൊണ്ട് ലക്ഷ്യമിടുന്നത്.
എല്ലാ ഒക്യുപ്പേഷൻ ഇന്ന പ്രത്യേക ഒക്യുപ്പേഷൻ ഒന്നും അവർ പറയുന്നില്ല. എല്ലാ ജോലികളിലെയും എല്ലാ തൊഴിലുകളിലെയും ജീവനക്കാർക്ക് അവരുടേതായ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു ക്ഷേമം അത് എന്ത് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പ്രിവെൻഷൻ എമംഗ് വർക്കേഴ്സ് ഓഫ് ഇൽ ഹെൽത്ത് കോസ്ഡ് ബൈ ദ വർക്കിംഗ് കണ്ടീഷൻസ്. തൊഴിൽ സാഹചര്യങ്ങൾ മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തടയുക, അല്ലെ? തൊഴിൽ സാഹചര്യങ്ങൾ മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തടയുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദെയർ എംപ്ലോയ്മെന്റ് ഫ്രം ദ റിസ്ക് റിസൾട്ടിംഗ് ഫ്രം ഫാക്ടേഴ്സ് അവേഴ്സ് ടു ഹെൽത്ത്. അതായത് നമ്മൾ ഈ ജോലി സ്ഥലത്ത് ഈ പറയുന്ന ജീവനക്കാരുടെ ആരോഗ്യത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അത്തരം ഫാക്ടേഴ്സിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞില്ലേ, ഹെൽത്ത് ഹസാർഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഈ പറയുന്ന വർക്ക് പ്ലേസില് എംപ്ലോയീസിന്റെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന പല ഫാക്ടേഴ്സുകൾ ഉണ്ടായിരിക്കും, അല്ലെ? അങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ നിന്നും അവരെ എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം, അവരെ സുരക്ഷിതമാക്കുക. ഓക്കെ. പിന്നെ നാലാമത്തെ കാര്യം എന്താണ്? പ്ലേസിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് ദ വർക്കർ ഇൻ എൻ ഒക്യുപേഷണൽ എൻവയോൺമെന്റ് adapted to his physical and psychological equipment. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവനക്കാരുടെ ശാരീരികവും അതുപോലെ അവരുടെ മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങളെ പൊരുത്തപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നല്ല ഒക്യുപേഷണൽ എൻവയോൺമെന്റ്, അതിനനുയോജ്യമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷത്തിലോട്ട് അവരെ പ്ലേസ് ചെയ്യാം. അതായത് ജീവനക്കാരെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ ഒരു ആവശ്യങ്ങള്, അതായത് അവരുടെ ഹെൽത്തിന്റെ ആവശ്യങ്ങള് നിറവേറ്റുന്ന തരത്തില്, സംതൃപ്തമാക്കുന്ന തരത്തില് ഒരു ഒക്യുപേഷണൽ എൻവയോൺമെന്റിലോട്ട് അവരെ പ്ലേസ് ചെയ്യുക, അവരെ മാറ്റുക എന്നുള്ളത്. ഇത്രയുമാണ്. ഇത് ആരുടെ അഭിപ്രായമാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അഭിപ്രായത്തില് ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്നതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്, ഓർഗനൈസേഷണൽ ഹെൽത്ത് ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? 4 പോയിന്റുകളാണ്. ഒന്നെന്തായിരുന്നു? എല്ലാ വർക്ക് പ്ലേസിലും എല്ലാ ഒക്യുപേഷനിലെയും ജീവനക്കാരുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള അവരുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തൊഴിൽ സാഹചര്യങ്ങൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുക. പിന്നെ വർക്ക് പ്ലേസിൽ ജീവനക്കാരുടെ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ജീവനക്കാരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തൊഴിൽ അന്തരീക്ഷത്തിലോട്ട് അവരെ പ്ലേസ് ചെയ്യുക, അല്ലെ? അവർക്കത് ഒരുക്കി കൊടുക്കുക. ഇതാണ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് കൊണ്ട് ലക്ഷ്യമിടുന്നത് അക്കോർഡിംഗ് ടു ILO ആൻഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ, ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. എംപ്ലോയി ഹെൽത്ത് കൊണ്ട് എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത്? ഓർഗനൈസേഷണൽ ഹെൽത്ത് ലക്ഷ്യമിടുന്ന കാര്യം നമ്മൾ അക്കോർഡിംഗ് ടു ILO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ജനറൽ ആയിട്ട് എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന എംപ്ലോയിയുടെ ഹെൽത്ത് തന്നെയാണ് ആ ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ എംപ്ലോയി ഹെൽത്ത് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് ആർ ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, to decrease absenteeism and the degree of labor turnover. ഇതാണ് to decrease absenteeism and the degree of labor turnover. ഒന്ന്, ഈ പറയുന്ന വർക്കേഴ്സിന്റെ ആബ്സെന്റീസം കുറയ്ക്കുക, അവരുടെ ടേൺ ഓവർ കുറയ്ക്കുക. ടേൺ ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്? ജോലി മതിയാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്യാൻ പറ്റാതെ വന്നാൽ അവർ ആ ജോലി മതിയാക്കി പോകും, അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്ന് പറയുന്നത്. ടേൺ ഓവർ എന്ന് പറയുന്നത് കേട്ടോ, ജോലി മതിയാക്കി പോകുന്നതിനെയാണ് ഈ പറയുന്നത്. അപ്പോ ഈ പറയുന്ന വർക്കേഴ്സിന്റെ ആബ്സെന്റീസം കുറയ്ക്കുക, ടേൺ ഓവർ കുറയ്ക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താണ്? ടു റിഡ്യൂസ് ഓർഗനൈസേഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ, അല്ലെ? ഓർഗനൈസേഷന്റെ അസംതൃപ്തി കുറയ്ക്കുക, അല്ലെ? അസംതൃപ്തി കുറയ്ക്കാന്ന് വെച്ചാൽ ഒട്ടും ഹെൽത്തി അല്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഹെൽത്ത് മോശമായിരിക്കും, അല്ലെ? ആ ഒരു ഓർഗനൈസേഷന് വേണ്ട വിധത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കില്ല. അതെന്തിന് ഇടവരുത്തും? ഡിസാറ്റിസ്ഫാക്ഷന് ഇടവരുത്തും. അതുകൊണ്ട് ഓർഗനൈസേഷന്റെ അസംതൃപ്തി കുറയ്ക്കുക. പിന്നെ മൂന്നാമത്തെ എന്താണ്? ടു ഡിക്രീസ് ദ ഒക്കറൻസ് ഓഫ് ജോബ് റിലേറ്റഡ് ഡിസീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് തൊഴിൽ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുക. ഓക്കെ, പിന്നെന്താണ്? ടു ഡിക്രീസ് ഡാമേജസ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്.
നാശനഷ്ടങ്ങള്, പ്രവർത്തന ചെലവുകളൊക്കെ കുറയ്ക്കാം. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പൊ എംപ്ലോയീസ് ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പല വിധത്തിലുള്ള, അതായത് സ്ഥാപനത്തിന് പല വിധത്തിലുള്ള ഡാമേജസ് ഉണ്ടാവാം. ഡാമേജസ് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി ഹെൽത്ത് ആയിരിക്കണം. എംപ്ലോയി ഹെൽത്ത് അല്ലാന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കും. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റിനെ ഡാമേജ് ചെയ്യും. അങ്ങനെയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഡാമേജസ്, അതുപോലെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടും, പ്രവർത്തന ചെലവ് കൂടും അല്ലെ. വേണ്ടത്ര എംപ്ലോയീസ് ഇല്ലാതെ വരുമ്പോ, ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയീസ് ഇല്ലാതെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷന് മറ്റേതെങ്കിലും ആൾട്ടർനേറ്റീവ് രീതിയിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ പ്രവർത്തന ചെലവ് അവിടെ കൂടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തന ചെലവുകള് അല്ലെങ്കിൽ ഡാമേജസ് ഇപ്പൊ കുറയ്ക്കും. പിന്നെന്താണ്? ടു ഡിക്രീസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്റ്റ്, അതായത് നമ്മുടെ ഈ പറയുന്ന വ്യാവസായികമായിട്ടുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുക. പിന്നെന്താണ്? ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അതിനും ഒരു ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആവശ്യമാണ് അല്ലെ. ഓക്കെ, നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ അത് എല്ലാത്തിനെയും ബാധിക്കും. ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ടു ബൂസ്റ്റ് ദ മൊറാലെ ഓഫ് എംപ്ലോയീസ് ആൻഡ് എൻകറേജ് ദം. എംപ്ലോയീസിന്റെ ആ ഒരു ആത്മവിശ്വാസം, അവരുടെ മനോവീര്യം ബൂസ്റ്റപ്പ് ചെയ്യാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും എന്താവശ്യമാണ്? എംപ്ലോയി ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ടു എൻഹാൻസ് വർക്കേഴ്സ് ഇഫക്റ്റീവ്നെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. വർക്കേഴ്സിന്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ്സും പ്രൊഡക്ടിവിറ്റിയും എൻഹാൻസ് ചെയ്യുന്നതിന്, വർദ്ധിപ്പിക്കുന്നതിന്. പിന്നെ അടുത്തത് എന്താണ്? ടു എൻകറേജ് ആൻഡ് അസിസ്റ്റ് എംപ്ലോയീസ് സോ ദാറ്റ് ദേ ക്യാൻ വർക്ക് ഫോർ എ ലോങ്ങർ ടൈം. അതുപോലെ എംപ്ലോയീസിന് കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യാം, അവരെ പ്രോത്സാഹിപ്പിക്കാം, അവർക്ക് വേണ്ട എല്ലാവിധ അസിസ്റ്റൻസ് കൊടുക്കാം അല്ലെ, പിന്തുണ കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ എംപ്ലോയി ഹെൽത്ത് കൊണ്ട് ലക്ഷ്യമിടുന്നത്. മനസ്സിലായ പോയിന്റുകള് എന്തൊക്കെയായിരുന്നു? ഒന്ന്, എംപ്ലോയീസിന്റെ ആബ്സെന്റീസം കുറയ്ക്കാം, ടേൺ ഓവർ കുറയ്ക്കാം, ഓർഗനൈസേഷന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കാം, തൊഴിൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറയ്ക്കാം, അതുപോലെ പ്രവർത്തന ചെലവുകളും നാശനഷ്ടങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാവസായിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ, ഓർഗനൈസേഷനിൽ നല്ലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും, എംപ്ലോയീസിന്റെ മനോവീര്യം ബൂസ്റ്റപ്പ് ചെയ്യാനും, അവരെ പ്രോത്സാഹിപ്പിക്കാനും, അവരുടെ ഇഫക്റ്റീവ്നെസ്സും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാം, അതുപോലെ തന്നെ കൂടുതൽ സമയം പ്രവർത്തിക്കാനായിട്ട് എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കാം, അവരെ പിന്തുണയ്ക്കാം. ഇത്രയുമാണ് എംപ്ലോയി ഹെൽത്ത് കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. വാരിയസ് ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയി ഹെൽത്ത് വിച്ച് ആർ ആസ് ഫോളോസ്. ഒരു എംപ്ലോയി ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം. രണ്ടാമത്തത് ഫിസിക്കൽ ഹെൽത്ത്. മൂന്നാമത്തത് സോഷ്യൽ ഹെൽത്ത്, സാമൂഹിക ആരോഗ്യം. 3 ഹെൽത്തുകളാണ്. മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ ഹെൽത്ത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം, ഫസ്റ്റ് വൺ വരുന്നത് മെന്റൽ ഹെൽത്ത് ആണ്, മാനസിക ആരോഗ്യമാണ്. നമ്മൾ എപ്പോഴും പറയും ഒരു നല്ല മൈൻഡ് അല്ലെ, ഒരു ഹെൽത്തി മൈൻഡ് ഉള്ള ആൾക്കാർക്കാണ് ഒരു ഹെൽത്തി അല്ലെ, നമ്മൾ പറയും ശാരീരികമായിട്ടുള്ള മൈൻഡ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. നമ്മുടെ മനസ്സ് എത്രത്തോളം ഹെൽത്തി ആയിരിക്കോ നമ്മൾ അത്രത്തോളം ഹെൽത്ത് ആയിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒരു മിനിറ്റ്.
അപ്പൊ നോക്കാം, മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എ സിഗ്നിഫിക്കന്റ് എലമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഹെൽത്ത് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് എംപ്ലോയീസ് മെന്റൽ ഹെൽത്ത്. ഒരു ഓർഗനൈസേഷണൽ ഹെൽത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവിടുത്തെ വർക്കേഴ്സിന്റെ മാനസികാരോഗ്യം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, മെന്റൽ ഹെൽത്തിന് പറയുന്ന മറ്റൊരു ടേം ആണ് ഇമോഷണൽ ഹെൽത്ത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ ടേംഡ് ആസ് ഇമോഷണൽ ഹെൽത്ത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം, മെന്റൽ ഹെൽത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഇമോഷണൽ ഹെൽത്ത് കേട്ടോ. അപ്പൊ നോക്കുക, ഇറ്റ് റിവീൽസ് ദ എക്സ്റ്റെന്റ് to which the people feel good about others and about themselves and ability to handle life challenges. നമ്മളൊരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? മെന്റൽ ഹെൽത്ത് ഈസ് അബൌട്ട് ഹൗ പീപ്പിൾ ഫീൽ ഗുഡ് അബൌട്ട് അതേഴ്സ്. അതായത് ഒരു വ്യക്തി തങ്ങളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലവിധ ചാലഞ്ചസുകൾ ഫേസ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി, ഇതിനെ പറ്റിയൊക്കെ വിശദമാക്കുന്ന ഒന്നാണ് മെന്റൽ ഹെൽത്ത്. മനസ്സിലായോ? മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദ പീപ്പിൾ ഫീൽ ഗുഡ് അബൌട്ട് അതേഴ്സ് ആൻഡ് അബൌട്ട് ദംസെൽഫ് ആൻഡ് എബിലിറ്റി ടു ഹാൻഡിൽ ലൈഫ് ചാലഞ്ചസ്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി തന്നെ പറ്റി എന്ന് വെച്ചാൽ അവരുടെ കോൺഫിഡൻസ് ലെവല്, അല്ലെ, അവരുടെ ഒരു മൊറാലെ, അതിനെ പറ്റിയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ടും. ഇപ്പൊ നമുക്കറിയാം ഒരു മനുഷ്യൻ, അല്ലെ, ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ വെൽബീയിങ് ആണ്, ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹ ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ആ ഒരു വ്യക്തിക്ക് മറ്റുള്ള ആളുകളുമായിട്ട് അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ സോഷ്യൽ റിലേഷൻസും കണക്ഷൻസും അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ലൈഫിൽ അവർ ഉണ്ടാവുന്ന പലവിധ ചാലഞ്ചസുകളെ അവര് ഏത് രീതിയിൽ ഫേസ് ചെയ്യാനുള്ള അവരുടെ ഒരു എബിലിറ്റി, അതിനെ പറ്റിയൊക്കെ വിശദമാക്കുന്ന ഒന്നാണ് മെന്റൽ ഹെൽത്ത്. അത്യാവശ്യം നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ലൈഫിൽ ചാലഞ്ചസുകൾ ഫേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെ. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നോക്കുക, മെന്റൽ ഹെൽത്ത് കൺസിസ്റ്റ് ഓഫ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെന്റൽ ഹെൽത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഇൻഡിവിജ്വൽ ഹാപ്പിനെസ്, ഒരു വ്യക്തിയുടെ സന്തോഷം. പിന്നെന്താണ്? പെർസീവ്ഡ് സെൽഫ് എഫിക്കസി, ദാറ്റ് മീൻസ് അവരുടെ സെൽഫ് എഫിഷ്യൻസി ആണ് കേട്ടോ, അവരുടെ കാര്യക്ഷമത. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. പിന്നെന്താണ്? കോമ്പറ്റേറ്റീവ്നെസ്, അവരുടെ ആ ഒരു മത്സരശേഷി. പിന്നെ പ്രൊഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? പ്രാവീണ്യം, അവരുടെ കഴിവ്. പിന്നെന്താണ്? ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ കേപ്പബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടും അതുപോലെ തന്നെ വൈകാരികമായിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് എന്നത് അതൊക്കെ തിരിച്ചറിയാം. ഇതെല്ലാമാണ് ഒരു മെന്റൽ ഹെൽത്തിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻഡിവിജ്വൽ ഹാപ്പിനെസ് ഉണ്ട്, അവരുടെ സെൽഫ് എഫിഷ്യൻസി ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവരുടെ മത്സരശേഷി, അല്ലെ, കോമ്പറ്റേറ്റീവ്നെസ് ഉണ്ട്, അവരുടെ പ്രൊഫിഷ്യൻസി ഉണ്ട്, അതുപോലെ തന്നെ ഭൗതികവും വൈകാരികവുമായിട്ടുള്ള അവരുടെ എബിലിറ്റി, അവരുടെ കഴിവ് തിരിച്ചറിയുന്നതും എന്തിനകത്ത് ഉൾപ്പെടുന്നു? മെന്റൽ ഹെൽത്തിനകത്ത് ഉൾപ്പെടുന്നു. ഓക്കെ, ഇനി മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് adversely affect employees and organizations in the form of high levels of absenteeism, less production and increase in the associated cost. അല്ലെ, അതായത് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ച് അവര് ആ ഒരു ഓർഗനൈസേഷനെയും എംപ്ലോയീസിനെയും അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് പറയുന്നത്. അതായത് എംപ്ലോയീസിന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് ആ ഒരു സ്ഥാപനത്തിന് മാത്രമല്ല ആ ഉടമകളെ, എംപ്ലോയീസിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. എങ്ങനെയാ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാം? ഇപ്പൊ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? there should be high levels of absenteeism കൂടുതലായിരിക്കും, അല്ലെ. അവർക്ക് വേണ്ടത്ര നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല, അവർ ജോലിക്ക് വരില്ല, അല്ലെ. അപ്പൊ absenteeism അവിടെ കൂടും. അതുപോലെ തന്നെ എന്താണ്? ലെസ് പ്രൊഡക്ഷൻ, അവരുടെ പ്രൊഡക്ടിവിറ്റിനെ അത് കുറയ്ക്കും, അല്ലെ. അവരുടെ പ്രൊഡക്ടിവിറ്റിനെ അത് കുറയ്ക്കും. ആൻഡ് ഇൻക്രീസ് ഇൻ ദ അസോസിയേറ്റഡ് കോസ്റ്റ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തന ചെലവുകളും അവിടെ വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ അത് എന്തിനെ ബാധിക്കുന്നുണ്ട്? ആ സ്ഥാപനത്തിനെയും എംപ്ലോയീസിനെയും അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ mental health of employees is negatively influenced by the job performed by them. It leads to stress, which is considered as a major problem suffered by employees at the workplace. ഓക്കെ, അതായത് ഒരു വ്യക്തി ചെയ്യുന്ന ജോലി, എല്ലാ ജോലി അല്ലാണ്ടോ
ചില ജോലികള് അവരുടെ മെന്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. എല്ലാ ജോലിയിലും നമുക്ക് പറയാൻ പറ്റില്ല. ചില ജീവനക്കാർക്ക് ഉള്ള ആ ജോലി എന്ന് പറയുന്നത് അത് അവരുടെ മെന്റൽ ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും ദാറ്റ് ലീഡ്സ് ടു സ്ട്രെസ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്സിലോട്ട് അവരെ നയിക്കും. അതാണ് ശരിക്കും ഒരു വർക്ക് പ്ലേസിൽ എംപ്ലോയീസ് നേരിടുന്ന ഏറ്റവും വലിയൊരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. അതായത് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു ടെൻഷൻ, ആ ഒരു ജോലി സംബന്ധമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന സ്ട്രെസ്സുകളാണ്. ഓക്കെ, അപ്പൊ നോക്കാം various job related factors which affect the psychological well-being of employees. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഒരു എംപ്ലോയീസിന്റെ അവരുടെ ആ ഒരു മാനസികമായിട്ടുള്ള ക്ഷേമത്തിനെ സ്വാധീനിക്കുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് സംബന്ധമായിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ്? ഒന്ന് ടൈം കൺസ്ട്രെയിന്റ്, അതായത് സമയപരിമിതിയാണ്. സമയപരിമിതി, അതുപോലെ തന്നെ ചാവോട്ടിക് വർക്ക്, ദാറ്റ് മീൻസ് കുഴപ്പം പിടിച്ച ജോലികള്, അതുപോലെ എക്സസ് റെസ്പോൺസിബിലിറ്റീസ്, അവർക്ക് വരുന്ന അധികമായിട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ബോറിംഗ് വർക്ക്, അതുപോലെ ഷിഫ്റ്റ് ബേസ്ഡ് ജോബ്, വർക്കിംഗ് അണ്ടർ പ്രഷർ ആൻഡ് വർക്ക് ഓവർലോഡ്. അല്ലെ, ഒരു പ്രഷറിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വർക്കിന്റെ ഓവർലോഡ് വരിക, ഇതൊക്കെയാണ് ജോബ്, അതായത് ജോബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് അതായത് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിനെ, മാനസിക ക്ഷേമത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ടൈം കൺസ്ട്രെയിന്റ്, ചാനോട്ടിക് വർക്ക്, എക്സസ് റെസ്പോൺസിബിലിറ്റീസ്, ബോറിംഗ് വർക്ക്, ഷിഫ്റ്റ് ബേസ്ഡ് ജോബ്, വർക്കിംഗ് അണ്ടർ പ്രഷർ ആൻഡ് വർക്ക് ഓവർ. Okay, all these factors may result in burnouts, hopelessness, sleeplessness, exertion and boredom. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ, ഇത്തരം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയീസിനെ ഒരുപാട് എന്താണ് പ്രതികൂലമായിട്ട് ബാധിക്കും. ബേൺ ഔട്ട് ആവും അല്ലെ, അവര് ബേൺ ഔട്ട് ആവും എന്ന് വെച്ചാൽ ഒരു പൊട്ടിത്തെറിക്കും. ദാറ്റ് മീൻസ് എന്തുകൊണ്ടാണ്? നമുക്ക് തന്നെ വർക്കിന്റെ ഓവർലോഡ് കൂടി നമുക്ക് ഉറങ്ങാൻ സമയമില്ല, വല്ലാത്ത പ്രഷറും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരോട് ചിലപ്പോൾ നമ്മൾ ബേൺ ഔട്ട് ആവും അല്ലെ. അതുപോലെ തന്നെ നിരാശയാവും, നമുക്ക് ഉറക്കമില്ലായ്മ വരും, കഠിനമായിട്ടുള്ള ഒരു അധ്വാനം അവർക്ക് വരും, വല്ലാത്തൊരു വിരസത അവർക്ക് അനുഭവം. ചുരുക്കി പറഞ്ഞാൽ അവരുടെ മെന്റൽ ഹെൽത്തിന് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ മെന്റൽ ഹെൽത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇമോഷണൽ ഹെൽത്ത്. ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വ്യക്തിയെ പറ്റി, വ്യക്തി മറ്റുള്ളവരുമായിട്ടും അതുപോലെ ലൈഫിലെ ചാലഞ്ചസ് അവർക്ക് ഫേസ് ചെയ്യാനുള്ള അവരുടെ കഴിവിനെ പറ്റിയിട്ട് വിശദമാക്കുന്ന ഒന്നാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്തിന് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ ഹെൽത്ത് കേട്ടോ, ശാരീരികമായിട്ടുള്ള ആരോഗ്യം. ഇറ്റ് മീൻസ് physical well-being of employees. If a person is suffering from bad health, he becomes frustrated and quarrels on tiny matters. His physical energy decreases, which has a negative effect on his abilities. This ultimately affects his confidence level, or this results in emotional disturbance. അതായത് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ശാരീരികമായിട്ട് ആരോഗ്യം ഇല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ അദ്ദേഹം എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും അദ്ദേഹം വഴക്കിടാനായിട്ട് തുടങ്ങും. അവരുടെ ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് അത് വല്ലാതെ കുറയും. അത് കുറയുമ്പോൾ അത് അവരുടെ കഴിവിനെ എന്താണ് ബാധിക്കും. അവരുടെ കഴിവുകളെ അത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും. അത് എന്ത് ചെയ്യും? അവരുടെ കോൺഫിഡൻസ് ലെവലിൽ താഴ്ത്തും അല്ലെ. കോൺഫിഡൻസ് ലെവലിൽ താഴ്ത്തുക മാത്രമല്ല, അത് അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള പല അസ്വസ്ഥതകൾക്കും ഇടവരും. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ ഫിസിക്കൽ ഹെൽത്ത് കേട്ടോ. ദെൻ മൂന്നാമത് വരുന്നതാണ് സോഷ്യൽ ഹെൽത്ത്, സാമൂഹിക ആരോഗ്യം. എന്താണ് സാമൂഹിക ആരോഗ്യം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് സമൂഹവുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനുള്ള ഒരു കഴിവാണ് സോഷ്യൽ ഹെൽത്ത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് നല്ല നല്ല സോഷ്യൽ റിലേഷൻസും സോഷ്യൽ കണക്ഷൻസും ഒക്കെ ഉണ്ടാക്കി ആ ഒരു സൊസൈറ്റിയുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ സോഷ്യൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കുക, concept of social health was originated in 1947. അണ്ടർലൈൻ ചെയ്യാട്ടോ. 1947 സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ലോകാരോഗ്യ സംഘടനയാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
Okay. They explained the concept of health and added social health as a significant determinant. കേട്ടോ അദ്ദേഹം ഹെൽത്ത് അവര് എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെ മാത്രമല്ല സോഷ്യൽ ഹെൽത്ത് സാമൂഹിക ആരോഗ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കൂടി മുന്നോട്ട് വെച്ചു. Okay. According to World Health Organization, if an individual's social health is good, then his overall health will also be good. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു വ്യക്തിയുടെ സോഷ്യൽ ഹെൽത്ത് നല്ലതാണെങ്കിൽ, സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വ്യക്തിക്ക് സൊസൈറ്റിയുമായിട്ട് ഇടപഴകാനുള്ള അവരുടെ ഒരു കഴിവാണ്, നല്ല സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ്. അത് നല്ലതാണെങ്കിൽ അവരുടെ ഓവറോൾ ഹെൽത്തും നല്ലതായിരിക്കും. ഓക്കെ. While physical and mental health is concerned with an individual and how properly his body and mind works, social health demonstrates how a person communicates with others and the outcomes of these welfare communications. അതായത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു വ്യക്തിനെ മാത്രമല്ല, ആ വ്യക്തിയുടെ മൈൻഡും ബോഡിയും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, അല്ലെ? ഓരോ വ്യക്തികളുടെയും മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. ചില ആളുകൾക്ക് ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ വിഷമാവും, ടെൻഷനാവും, അല്ലെ? ഒന്നിനെയും അവർക്ക് ഹാൻഡിൽ ചെയ്യാനും ഫേസ് ചെയ്യാനും ധൈര്യം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അത്ര മെന്റൽ ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. അതേസമയം നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ആളുകളാണ് ഒരുപാട് പല പല ഇഷ്യൂസിനും വലിയ വലിയ ചാലഞ്ചസുകളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മെന്റൽ ഹെൽത്ത് നല്ലതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ വ്യക്തിയെയും ആ വ്യക്തിയുടെ ബോഡി മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ മെന്റൽ ഹെൽത്ത് ഒക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് കേട്ടോ. ഓക്കെ. Social health demonstrates how a person communicates with others and the outcomes of these welfare communications. അതായത് ഒരു വ്യക്തി എങ്ങനെ മറ്റുള്ള ആളുകളുമായിട്ട്, സമൂഹത്തിലെ മറ്റുള്ള ആളുകളുമായിട്ട് അവരെങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആ കമ്മ്യൂണിക്കേഷൻസിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റി വിശദമാക്കുന്ന ഒന്നാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ. 3 ഹെൽത്തുകളും ഓക്കെയാണോ? മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ഓക്കെ. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലാന്നാണോ? ഓക്കെ, ഇല്ല. നെക്സ്റ്റ് ഏതാ? അടുത്ത നമുക്ക് പറയാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഫോർ എംപ്ലോയി ഹെൽത്ത് കേട്ടോ. അതായത് എംപ്ലോയിയുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ചില നിയമവ്യവസ്ഥകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് കേട്ടോ, നിയമവ്യവസ്ഥകൾ. അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടത് ഏത് ആക്ട് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആ ഒരു ആക്ടിലെ കുറെ സെക്ഷൻസുകളുണ്ട്, ഓരോ സെക്ഷനും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. മറ്റുള്ളതൊക്കെ എക്സ്പ്ലനേഷൻ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ആക്ട് ആണ് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1948 ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ. ഏത് ആക്ട് ആണ്? ഫാക്ടറീസ് ആക്ട്. ഇപ്പൊ നമ്മൾ ഗ്രീവൻസ് പറഞ്ഞപ്പോ 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണെന്ന് പറഞ്ഞു. എന്നതുപോലെ എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് ഏതാണ്? അത് 1948 1948 ഫാക്ടറീസ് ആക്ട് ആണ് കേട്ടോ. ഫാക്ടറീസ് ആക്ട്. അപ്പൊ അതിന്റെ സെക്ഷൻസും ഓരോ സെക്ഷനും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നെന്നും നോട്ട് ചെയ്ത് വെക്കാം. നോക്കാം കേട്ടോ. The Factories Act 1948 under its chapter 3, third chapter ആണ് കേട്ടോ. Third chapter അതൊക്കെ നോട്ട് ചെയ്യാം. That contains various provisions regarding measures to be adopted by the occupier of the factory to maintain the proper environment of work in the factory. The measures in regard to health are as follows. അതായത് 1947 ഫാക്ടറീസ് ആക്ട് തേർഡ് ചാപ്റ്റർ അനുസരിച്ച് ഒരു ഇൻഡസ്ട്രിയില്, അതായത് ഒരു എന്താ പറയാ, ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്, അവിടുത്തെ എംപ്ലോയീസിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതിന്റെ എംപ്ലോയേഴ്സ്, ഒക്യുപ്പയർ എന്ന് വെച്ചാൽ അതിന്റെ ഉടമസ്ഥര് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ പറ്റിയിട്ടാണ് ഫാക്ടറീസ് ആക്ട് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കില്ല, എംപ്ലോയി ഹെൽത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അവർക്കൊരു ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാൻ, ഏറ്റവും നല്ലൊരു തൊഴിൽ അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതിന്റെ എംപ്ലോയർ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥര്, ഒക്യുപ്പയർ
ഒക്യുപ്പൻസ് അവർ പാലിക്കേണ്ട, അവർ സ്വീകരിക്കേണ്ട നിയമവ്യവസ്ഥകളെ പറ്റിയിട്ടാണ് ഈ ഒരു ആക്ടിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ സെക്ഷൻ നോക്കാം. ക്ലീൻലിനെസ് ആണ്. ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 11 ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. സെക്ഷൻ 11 ആണ് ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുചിത്വമാണ്. ശുചിത്വം എന്ന് പറയുന്നത് ആരോഗ്യമായിട്ട് നേരിട്ട്, ഹെൽത്തുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, നമുക്ക് വായിക്കാം. സെക്ഷൻ 11 of the Factories Act provides that every factory shall be kept clean and free from effluvia from any drain, privy or other nuisance. അതായത് 1948 ഫാക്ടറീസ് ആക്ടിലെ സെക്ഷൻ 11 അനുസരിച്ച്, സെക്ഷൻ 11 ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ്. അത് പ്രകാരം ഓരോ ഫാക്ടറിയും, എല്ലാ ഫാക്ടറിയും ഈ പറയുന്ന മാലിന്യങ്ങള്, അഴുക്ക് ചാലുകള്, അതുപോലെ പ്രിവി എന്ന് വെച്ചാൽ ടോയ്ലറ്റ് വേസ്റ്റ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അതുപോലെ മറ്റുള്ള ശല്യങ്ങള് എന്നിവയിൽ നിന്നൊക്കെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം ഓരോ ഫാക്ടറി. ഓക്കെ, ഓരോ ഫാക്ടറി അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയും ഈ പറയുന്ന മാലിന്യങ്ങള്, അഴുക്ക് ചാലുകള്, അതുപോലെ തന്നെ മറ്റുള്ള ശല്യങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കണം എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 11 കേട്ടോ. ഓക്കെ, and in particular accumulations of dirt and refuse shall be removed daily by sweeping or by any other effective method from the floors and benches of workrooms and from staircases and passage, and disposed of in a manner. The floor of every workroom shall be cleaned at least once in every week by washing, using disinfectant where necessary, or by some other effective method. അവിടെ പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഫാക്ടറി മാലിന്യങ്ങളിൽ നിന്ന് ഇപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ചില ഏരിയകളുണ്ട്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫ്ലോറുകള്, തറകള്, അതുപോലെ ബെഞ്ചസോ വർക്ക് റൂമുകളിലൊക്കെയുള്ള ബെഞ്ചുകള്, അതുപോലെ തന്നെ സ്റ്റെയർ കേസസ്, പടികള് അല്ലെ, ആളുകൾ കടന്നു പോകുന്ന ചവിട്ടുപടികള്, അതുപോലെ പാസേജ്, ഇടനാഴികള്, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരം മാലിന്യങ്ങളൊക്കെ അടിഞ്ഞുകൂടാൻ ചാൻസ് ഉള്ള ഏരിയകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഡെയിലി, ദിവസേന അത് തൂത്തുവാരി നല്ല രീതിയിൽ മാലിന്യങ്ങളെ ഡിസ്പോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ അങ്ങനെയുള്ള ഏരിയകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കഴുകി വൃത്തിയാക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡിസിൻഫെക്റ്റൻസുകൾ ഉപയോഗിക്കാം. ഡിസിൻഫെക്റ്റൻസുകളോ മറ്റേതെങ്കിലും ഇഫക്റ്റീവ് മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്തരം ഏരിയകള് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കിയിരിക്കണം എന്നാണ് അവിടെ വ്യവസ്ഥ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല, where a floor is liable to become wet in the course of any manufacturing process to such extent as is capable of being drained, effective means of drainage shall be provided and maintained, etc. അത് മാത്രമല്ല, ഒരു ഫാക്ടറി ആയതുകൊണ്ട് തന്നെ അവിടെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അവിടുത്തെ ഫ്ലോറുകൾ നനഞ്ഞേക്കാം, വെറ്റായേക്കാം, നനവ് വരാം, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാറ്. അപ്പൊ ഈ വെള്ളം ഒക്കെ വറ്റിച്ച് കളയാനുള്ള അനുയോജ്യമായിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റികളും അവിടെ ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 11 കേട്ടോ. ക്ലീൻലിനെസ് ആണ്. ഇത്രയേ ഉള്ളൂ. ഓരോ ഫാക്ടറികളും അഴുക്ക്, മാലിന്യങ്ങള്, അഴുക്ക് ചാലുകള്, മറ്റുള്ള ശല്യങ്ങളിൽ നിന്നൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഫ്ലോറുകള്, അതുപോലെ തന്നെ വർക്ക് റൂമുകള്, സ്റ്റെയർ കേസസുകൾ, പാസേജുകള്, അവിടെയൊക്കെ ദിവസേന ഡെയിലി എന്നോണം അവിടെ തൂത്തുവാരി അത് വൃത്തിയായിട്ട് ഡിസ്പോസ് ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവിടെ കഴുകി വൃത്തിയാക്കണം. അതിന് ആവശ്യമുണ്ടെങ്കിൽ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അവിടെ വെള്ളം വരാം, വെള്ളം കെട്ടിക്കിടക്കാം. അപ്പൊ ആ വെള്ളമൊക്കെ കെട്ടിക്കിടക്കാതെ അത് വറ്റിച്ചു കളയാനുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റികളും അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, സെക്ഷൻ 11 ആണ് ക്ലീൻലിനെസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ക്ലീൻലിനെസ് എന്ന് പറയുമ്പോൾ എല്ലും മയ്യും ഉണ്ട്. ആ എല്ലും മയ്യും കാണുമ്പോൾ ഒരു 11 പോലെയല്ലേ എനിക്ക് തോന്നുന്നത്? 11 പോലെയല്ലേ തോന്നുന്നത്? എനിക്ക് മാത്രം തോന്നുന്നതാണോ? നമുക്ക് തോന്നണില്ലേ? ക്ലീൻലിനെസ് എന്ന് പറയുമ്പോൾ എല്ലും മയ്യും ചേരുമ്പോൾ ഒരു 11 പോലെയല്ലേ നമുക്ക് തോന്നുന്നത്? ഓക്കെ, അപ്പൊ സെക്ഷൻ 11 ട്ടോ, സെക്ഷൻ 11. ഓക്കെ, അടുത്തത് കേട്ടോ, രണ്ടാമത്തെ സെക്ഷൻ, സെക്ഷൻ 12. സെക്ഷൻ 12 എന്താണ്? ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എഫ്ലുവൻസ് ആണ് കേട്ടോ. എഫ്ലുവൻസ് എന്ന് വെച്ചാൽ മാലിന്യം, മലിനജലം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 12 കേട്ടോ. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സെക്ഷൻ 12 പറയുന്നത്. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എഫ്ലുവൻസ് കേട്ടോ.
ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ്. മാലിന്യങ്ങളും മലിനജലങ്ങളും ട്രീറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ അതിന് ശരിയായ രീതിയിൽ അതിന് എന്ത് ചെയ്യാം, നിർമ്മാർജ്ജനം ചെയ്യാം. രണ്ടാമത്തത് റൂൾ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബിംഗ് അറേഞ്ച്മെന്റ്സ്. നമ്മൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങള് മലിനജലമൊക്കെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഡിസ്പോസ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സുകള് ക്രമീകരണങ്ങൾ നടപ്പിലാക്കേണ്ടത് ആരാണ്? അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിനാവശ്യമായിട്ടുള്ള റൂൾസുകളും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ് കേട്ടോ. മാലിന്യങ്ങളും മലിനജലവും ട്രീറ്റ് ചെയ്യാം, അതിനെ നിർമ്മാർജ്ജനം ചെയ്യാം. Effective arrangements shall be made in every factory of the treatment of waste and effluents due to the manufacturing process carried on therein so as to render them innocuous and for their disposal. അതായത് എല്ലാ ഫാക്ടറികളിലും ഈ പറയുന്ന മാലിന്യങ്ങളും മലിനജലങ്ങളും, അതായത് ഈ പറയുന്ന ഉൽപാദന പ്രക്രിയയുടെ മാനുഫാക്ചറിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന മാലിന്യങ്ങളും മലിനജലവും കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ അത് നിരുപദ്രവകരമാക്കി മാറ്റാം. ഇനോക്യുവസ് എന്ന് വെച്ചാൽ നിരുപദ്രവകരമാക്കി മാറ്റാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെന്റിന് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഒരിക്കലും ഉപദ്രവമല്ലാത്ത രീതിയിൽ അതിനെ മാറ്റുന്നതിനും വേണ്ട അറേഞ്ച്മെന്റ്സുകള് അല്ലെ, ക്രമീകരണങ്ങള് നടപ്പിലാക്കണം എന്നാണ് സെക്ഷൻ 12 പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഓരോ ഫാക്ടറിയിലും മാനുഫാക്ചറിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മാലിന്യങ്ങളും മലിനജലവും ഡിസ്പോസ് ചെയ്യുന്നതിനും അതുപോലെ അത് നിരുപദ്രവകരമാക്കി മാറ്റുന്നതിനുമുള്ള നടപടികൾ എടുത്തിരിക്കണം. ഇതിലാണ് സെക്ഷൻ 12. ഇനി രണ്ടാമത്തെ എന്തായിരുന്നു? റൂൾ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിസ്ക്രൈബിംഗ് അറേഞ്ച്മെന്റ്സ്. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ് നിർദ്ദേശിക്കുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ദ പവർ ടു മേക്ക് ദ റൂൾസ് ഇൻ ദിസ് റിഗാർഡ്. അപ്പൊ ഇതുമായിട്ട് ഈ ക്രമീകരണങ്ങൾ നടത്തണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുകള് എന്താണ്, റൂൾസുകള് ഡയറക്റ്റ് ചെയ്യാനുള്ള ആ ഒരു അധികാരം, പവർ ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് മേ റിക്വയർ ദാറ്റ് സച്ച് അറേഞ്ച്മെന്റ്സ് ഷാൾ ബി അപ്രൂവ്ഡ് ബൈ എ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അതായത് അത്തരം അറേഞ്ച്മെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ അതൊരു നിർദ്ദിഷ്ട അധികാരിയുടെ എന്താണ് അപ്രൂവലോടുകൂടി സമ്മതത്തോടുകൂടി വേണം നടപ്പിലാക്കാനായിട്ട്. എന്ത് കാര്യങ്ങളാണ്? ഒന്ന്, ഈ അറേഞ്ച്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റൂൾസുകളും മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സുകള് അതൊരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി, അതായത് ഒരു ബന്ധപ്പെട്ട അധികാരിയുടെ അപ്രൂവലോടുകൂടി അനുവാദത്തോടുകൂടി വേണം നമ്മൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് ഇന്ന് ഇത്രയും മതി കേട്ടോ. രണ്ട് സെക്ഷൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. സെക്ഷൻ 11 ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ടത്, സെക്ഷൻ 12 ഈ പറയുന്ന പോലെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എഫ്ലുവൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിക്കാം, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നമുക്ക് മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു.